നമുക്ക് രേവതിയുടെ സച്ചിയുടെ ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ ഒടുവില് മധുസൂദനൻ മഹിമയ്ക്ക് അവസാനം വാണിംഗം കൊടുക്കുകയാണ്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇനി നീ കുത്തിത്തിരിപ്പുമായിട്ട് മോളുടെ വീട്ടിലേക്ക് പോവരുത്. അവിടെ പോയി നീ എന്തേലും പ്രശ്നം ഉണ്ടാക്കിയെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കത് സഹിക്കാൻ പറ്റില്ല കേട്ടോ മഹിമ. പണ്ടത്തെ സ്വഭാവമൊന്നും അല്ല എന്റേത്. മധു വേണ്ടത് എന്തു പറ്റി? അതെ, ഞാൻ പറഞ്ഞു തന്നെയാ. ഞാനേ മോളെ ഒന്ന് പോയി കണ്ടിട്ട് വരാന്ന് പറഞ്ഞു. മോളെ കാണാൻ പോരാ? അതെ, നിനക്കെന്താ വിശ്വാസം വരുന്നില്ലേ? പിന്നെ എനിക്ക് എന്റെ മോളെ കാണണ്ടേന്ന് ചോദിച്ചു. അതും പറഞ്ഞിട്ട് മധുസൂദൻ അങ്ങോട്ട് പോകുമ്പത്തേനും അന്തം വിട്ട് നിൽക്കുവാണ് മഹിമ. സംഭവിച്ചൊന്നും വിശ്വസിക്കാൻ പോലും പറ്റാതെ ഈ സമയത്ത് ഭയങ്കര ടെൻഷനിലാണ് ചന്ദ്രമതി. അപ്പോഴേക്കും രവീന്ദ്രൻ പറഞ്ഞു, ചന്ദ്രേ, എന്താണെങ്കിലും ഒരു കാര്യം എനിക്ക് ഉറപ്പാ, സുധിക്ക് നല്ല വിഷമം ഉണ്ടെന്ന് പറഞ്ഞു. അവനെന്തിനാ വിഷമിക്കണേ? അല്ല, അവൻ ഒറ്റയ്ക്കായി പോയൊരു തോന്നല്. പിന്നെ ഒറ്റയ്ക്കായി പോയതുപോലെ അവന് നമ്മളെല്ലാരും ഇവിടെ ഇല്ലേ ദിവ്യേട്ട? പിന്നെ എന്തിനാ അവൻ സങ്കടപ്പെടുന്നേ? ഇടി, ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും സ്വന്തം ഭാര്യ അരികിലില്ലല്ലോ. പിന്നെ ഭാര്യ അവളുള്ളതും ഇല്ലാത്തതും കണക്കായിരുന്നു. അവള് പോയത് ഭാഗ്യം നോർത്ത് ഞാൻ ഇരിക്കുക. എന്റെ ചന്ദ്രൻ, നീ ഇങ്ങനൊന്നും പറയരുത്. ഇത് ശരിയായിട്ടുള്ള കാര്യമല്ല. ശ്രുതി എങ്ങോട്ടേക്ക് തിരികെ വിളിക്കണം. അവരൊരുമിച്ച് ജീവിക്കട്ടെ. രവിയേട്ട, അതെന്താണെന്ന് നടക്കാൻ പോകുന്നില്ല. ഞാൻ അതിന് സമ്മതിക്കുന്നില്ല എന്നൊക്കെ ഇങ്ങനെ ചന്ദ്രമതി പറഞ്ഞു. ചന്ദ്രമതിക്ക് ശ്രുതിയുടെ പേര് കേൾക്കുമ്പോൾ പോലും ദേഷ്യമായിരുന്നു. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് രേവതി സച്ചിയെ ഹോസ്പിറ്റലിലേക്ക് പോയിട്ട് വരുന്നത്. അങ്ങനെ വർഷയെ കണ്ടുകഴിഞ്ഞപ്പോ രവീന്ദ്രൻ ചോദിച്ചു, എങ്ങനെയുണ്ട് മോളെ? അപ്പോഴേക്കും രേവതി പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല അച്ഛാ, ഡോക്ടർ പരിശോധിച്ച് നോക്കിയിട്ട് വേറെ പ്രശ്നമൊന്നും ഇല്ലെന്നാ പറഞ്ഞേ. ഇത് നേരത്തെ അങ്ങോട്ട് ചെയ്താൽ പോരായിരുന്നോ? ഹോസ്പിറ്റലിൽ പോകേണ്ട കാര്യത്തിന് ഹോസ്പിറ്റലിലൊക്കെ പോകണമെന്ന് പറഞ്ഞു. ഈ സമയത്ത് വർഷം പറഞ്ഞു, എനിക്ക് ജോലിക്ക് പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ രേവതി പറഞ്ഞു, അതെ, ജോലിക്കൊന്നും ഇപ്പൊ പോണ്ട, ഡോക്ടർ പറഞ്ഞ് റെസ്റ്റ് എടുക്കണമെന്നാണല്ലോ. അത് കേട്ടതിന് രവീന്ദ്രൻ പറഞ്ഞു, അതൊക്കെ പണ്ട് കാലത്ത്. ഇപ്പോഴൊക്കെ ആണെങ്കിൽ പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞു കഴിയുമ്പോഴത്തേനും വീട്ടുകാരും ഡോക്ടറും ഒക്കെ റെസ്റ്റും കാര്യങ്ങളൊക്കെ പറയും. എന്റെ അമ്മയായിരുന്നെങ്കിലോ, എന്റെ അമ്മ പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോ വയറി പണിയെടുക്കുമായിരുന്നു. അപ്പോഴേക്കും സച്ചി പറഞ്ഞു, ഇനി കൂടുതൽ അച്ഛൻ പറയണ്ട, ഞാൻ പറയാം. അച്ഛമ്മ പ്രഗ്നന്റ് ആയിട്ടൊരു സമയത്ത് വയറി പണിയെടുത്തോണ്ടിരുന്നു. അവസാനം പ്രസവവേദന വന്ന സമയത്ത് അച്ഛൻ പറഞ്ഞു, അതെ, ഞാൻ വീട്ടിൽ പോയി പ്രസവിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് കയറിപ്പോയി. അങ്ങനെയാണ് അച്ഛനുണ്ടായത്. ശരിയല്ലേ? ഈ കഥ ഞാൻ കുറെ കാലമായി കേൾക്കാൻ തുടങ്ങിയിട്ടെന്ന് പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വർഷയ്ക്കാണ് ആകെപ്പാട് ടെൻഷനായി. എല്ലാരും എന്ത് സന്തോഷത്തിലാ. ഈ കുഞ്ഞിനെ എന്താണെങ്കിൽ ഞാൻ വളർത്താൻ പോകുന്നില്ല. എന്ത് ചെയ്യണം തനിക്കറിയാം. ഈ ഗുളികയെല്ലാം കൂടെ കഴിച്ചിട്ട് അങ്ങോട്ട് തീർന്നാലോ, വയറ്റിൽ കിടക്കുന്ന കുഞ്ഞില്ലാതായാലോ, ഡോക്ടർ എന്ന ഗുളികയെല്ലാം കൂടെ ഒരുമിച്ച് കഴിക്കാം എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു വർഷയുടെ മനസ്സിൽ. വർഷ ഇങ്ങനെ ആലോചിച്ചു. അങ്ങനെ തന്നെ വേണം തോന്നി. അവിടെ ഒരു വർഷം പറഞ്ഞു, രവചേച്ചി ആ ഗുളിക ഇങ്ങന്നേരെ ഞാൻ അകത്ത് പോയി ഗുളിക കഴിച്ചോളാന്ന് പറഞ്ഞു. അതൊന്നും വേണ്ട, അതൊക്കെ കൃത്യസമയത്ത് ഞാൻ തന്നെ എടുത്തു തന്നോളാം, നീ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. ആ പ്രതീക്ഷ വർഷയുടെ പോയി. അങ്ങനെ രേവതി വർഷയും കൂട്ടിക്കൊണ്ട് അകത്തേക്ക് അങ്ങോട്ട് പോയി. സച്ചി ശ്രീകാന്ത് എല്ലാവരും കൂടെ മുറിയിലേക്ക് കയറിപ്പോയി. ആ സമയത്ത് ചന്ദ്രമതി ദേഷ്യത്തോടെ പറഞ്ഞു, വർഷയെ നോക്കണ്ട ആരാ? അവളാണോ അതോ ഞാനാണോ? പൂക്കാരിയാണോ നോക്കേണ്ടത്? ചന്ദ്രെ, അസൂയപ്പെട്ടിട്ടൊന്നും കാര്യമില്ല. ഇടി, നീ നോക്കാത്ത കാര്യം രേവതി മോള് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. നിന്നെ കൊണ്ട് എന്തിനേലും പറ്റുമോ? ഇല്ലല്ലോ. നീ അവളുടെ കാര്യം എന്തേലും നോക്കുന്നുണ്ടോ? എന്നിട്ട് കുറ്റം പറഞ്ഞുകൊണ്ട് മാത്രം ഇരിക്കുന്നു. അതിന് ഞാൻ നോക്കില്ല അവളെ. എടി, ഇപ്പൊ ശ്രുതി ആദ്യം പ്രഗ്നന്റ് ആണെന്നായിരുന്നു നിന്റെ ആഗ്രഹം, എനിക്കറിയാം. നീ അത് മനസ്സിൽ കരുതിയിരുന്നായിരുന്നു. ശ്രുതിക്ക് ഒരു കുഞ്ഞുണ്ടാവണമെന്നല്ല നീ ആഗ്രഹിച്ചേ. അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ട് നിനക്കില്ലേ? രവിയേട്ടാ, എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ ശ്രീകാന്ത് മകനല്ലേ, എനിക്ക് ആ സന്തോഷം ഇല്ലാതിരിക്കുവോ? പിന്നെ സന്തോഷം എനിക്ക് നിന്നെ അറിയാൻ പാടില്ലേ ചന്ദ്രെ? നിന്റെ സ്വഭാവമൊക്കെ എനിക്ക് നല്ല വ്യക്തമായിട്ട് അറിയാമെന്ന് രവീന്ദ്രനും പറഞ്ഞു. അങ്ങനെ ഒടുവിലും മധുസൂദന് സച്ചിയുടെ വീട്ടിലേക്ക് വരുവാണ്. അങ്ങനെ മധുസൂദനൻ കാറിൽ വന്നിറങ്ങിയിട്ട് അങ്ങനെ സിറ്റ് ഔട്ടിലേക്ക് കയറി അകത്തേക്ക് നോക്കി ചന്ദ്രയൊക്കെ അന്താളിച്ചിങ്ങനെ നിൽക്കുവാണ്. ചന്ദ്രയ്ക്കൊന്നും കണ്ടത് വിശ്വസിക്കാൻ പറ്റിയില്ല. വർഷയുടെ അച്ഛനല്ലേ ഇത്? മധുസൂദൻ അങ്ങനെ സിറ്റ് ഔട്ട് നിൽക്കുവാണ്. അകത്തേക്ക് കയറാനായിട്ടൊരു ഭയം. പിന്നീട് ഒടുവിൽ മധുസൂദൻ ചോദിച്ചു, ഞാൻ അകത്തേക്ക് കയറി വന്നോട്ടെ രവീന്ദ്രന്ന് ചോദിച്ചു. അപ്പോഴേക്കും രവീന്ദ്രൻ പറഞ്ഞു, ബാ, അകത്തേക്ക് കയറി വരാൻ പറഞ്ഞു. അപ്പോഴേക്കും മധുസൂദന്റെ മനസ്സിലേക്ക് പഴയ കുറച്ച് ചിന്തകളൊക്കെ വരുവാണ്. താൻ ഒടുവിൽ ഈ വീട്ടിൽ അന്ന് താന് വന്ന് കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി. അന്ന് രവീന്ദ്രനെ താൻ ജയിലിലുമാക്കി. തന്റെ മോൾ എവിടെയെന്നൊക്കെ ചോദിച്ചുകൊണ്ടായിരുന്നു അന്ന് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയത്. അന്ന് പിന്നീട് ജയിലിൽ പോയി താന് ഇയാളെ വെല്ലുവിളിക്കുകയൊക്കെ ചെയ്ത അതൊക്കെ ഇങ്ങടെ മനസ്സിൽ കൂടെ മിന്നിമായി വേണം. അങ്ങനെ അകത്ത് കയറി കഴിഞ്ഞപ്പോഴത്തേനും മധുസൂദൻ ചോദിച്ചു, എന്താ രവീന്ദ്ര, എന്താ ഇങ്ങനെ എന്നെ അത്ഭുതപ്പെട്ട് നോക്കണേന്ന് ചോദിച്ചു. രവീന്ദ്രൻ ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുവാണ്. ആ സമയത്ത് സച്ചിൻ രേവതിയൊക്കെ അങ്ങോട്ട് ഇറങ്ങി വന്നു. സുധിയും വന്നു. സച്ചിക്കാണെങ്കിൽ രവീന്ദ്രനെ കണ്ടു സഹിച്ചില്ല. നിങ്ങൾ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നേന്ന് ചോദിച്ചു.
വഴക്കും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി വന്നായിരിക്കും എന്ന് പറഞ്ഞ് സച്ചി വെറുതെ ദേഷ്യപ്പെടുവാണ്. അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും മധുസൂദൻ പറഞ്ഞു, സച്ചി ഞാൻ വഴക്കൊന്നും ഉണ്ടാക്കാൻ വേണ്ടി വന്നതല്ല. അപ്പോഴേക്കും വർഷയെ അങ്ങോട്ട് ഇറങ്ങി വന്നു. കൂടെ ശ്രീകാന്തും ഉണ്ടായിരുന്നു. വർഷയെ കണ്ടു കഴിഞ്ഞപ്പോൾ മോളെന്ന് പറഞ്ഞുകൊണ്ട് ഓടിപ്പോയി കെട്ടിപ്പിടിക്കുകയാണ്. വർഷയ്ക്ക് സന്തോഷമായി അച്ഛനെ കണ്ടു കഴിഞ്ഞപ്പോൾ. ഈ സമയം മധുസൂദനൻ പറഞ്ഞു, മോളെ നീയായിരുന്നു ശരി. നീ ഒരാളെ സ്നേഹിച്ചു. ഈ വിവാഹം ഞാൻ നടത്തി തരേണ്ടതായിരുന്നു. പക്ഷെ എൻ്റെ ഈഗോ അതിന് സമ്മതിച്ചില്ല. ഞാൻ പണവും പത്രാസും ഒക്കെ നോക്കി. അതാ ഞാൻ ചെയ്ത തെറ്റ്. പിന്നീട് ശ്രീകാന്തിനോട് പറഞ്ഞു, എടാ മോനെ, നിന്റെ കുടുംബ മഹിമയും പണവും പ്രതാപവും ഒക്കെ ഞാൻ നോക്കിയത്. ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. നീ ഇവളെ പൊന്നുപോലെ നോക്കുന്നതെന്നുള്ള കാര്യം എനിക്കറിയാം. എന്നോട് ക്ഷമിക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞു. ഇതൊന്നും അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല എല്ലാവർക്കും. അപ്പോഴേക്ക് സച്ചി വന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ അഭിനയമൊക്കെ മതി. അതൊക്കെ നിങ്ങളുടെ മനസ്സിൽ വെച്ചാൽ മതി. നിങ്ങൾ കൂടുതൽ അഭിനയിക്കേണ്ടെന്ന് പറഞ്ഞു. സച്ചിക്ക് തോന്നുന്നത് അഭിനയമാന്ന്. പക്ഷെ ഇത് അഭിനയമല്ല. ഒരു മനുഷ്യന് മാറാനായിട്ട് അധികം സമയമൊന്നും വേണ്ട. കുറച്ച് നിമിഷങ്ങൾ മാത്രം മതി എന്ന് പറഞ്ഞു. എന്തേലും ഒരു അനുഭവം അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സംഭവം എന്തെങ്കിലും ഉണ്ടായാൽ മാത്രം മതി അവന് മാറാനായിട്ട്. ഈ സമയത്ത് രവീന്ദ്രനൊന്ന് ആലോചിച്ചു. എന്നിട്ട് രവീന്ദ്രൻ പറഞ്ഞു, മസൂദന, നിങ്ങളെ എനിക്ക് മുമ്പ് മുതൽ അറിയാം. നിങ്ങളോടൊപ്പം ജോലി ചെയ്യുന്ന സമയം മുതൽ നിങ്ങൾ കുറെ എന്നെ ദ്രോഹിച്ചിട്ടുണ്ട്. അന്ന് നിന്നൊക്കെ എന്നെ ദ്രോഹിച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും എനിക്ക് പെട്ടെന്ന് മറക്കാൻ പറ്റുന്ന കാര്യങ്ങളൊന്നും അല്ലാന്ന് പറഞ്ഞു. ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ മധുസൂദനൻ രവീന്ദ്രൻ്റെ അടുത്തേക്ക് വന്നു. എന്നിട്ട് ആ തോളത്ത് തട്ടിക്കൊണ്ട് പറഞ്ഞു, എന്നോട് ക്ഷമിക്കണം. എനിക്ക് എൻ്റെ അറിവില്ലായ്മ കൊണ്ട് അന്നതൊക്കെ സംഭവിച്ചു പോയതാ. എനിക്ക് അങ്ങനെയൊക്കെ ചെയ്യാൻ പാടില്ല എന്ന് അറിയണ്ടായിരുന്നില്ല. എൻ്റെ അപ്പോഴത്തെ ഈഗോ കാരണം ഞാൻ അങ്ങനെ ചെയ്തു പോയതാ. എന്നോട് പൊറുക്കണം. ഇനി അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല. ഞാൻ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്തേ. ഒരിക്കലും ക്ഷമിക്കാനും പൊറുക്കാനും പറ്റില്ലെന്ന് രവീന്ദ്രൻ അറിയാം. എന്നാലും ഞാൻ മാപ്പ് ചോദിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും എല്ലാവരും അന്താളിപ്പോടെ ഇങ്ങനെ നിൽക്കുകയാണ്. ഈ സമയത്ത് രേവതിയോട് സച്ചി പറഞ്ഞു, ഇയാൾ എന്താ വന്നീ കാണിച്ചോണ്ടിരിക്കുന്നേ? മൊത്തം അഭിനയാന്ന് തോന്നേ. അപ്പോഴേക്കും രേവതി പറഞ്ഞു, സച്ചിയാണെന്ന് മിണ്ടായിരിക്കുന്നുണ്ടോന്ന് ചോദിച്ചു. ഈ സമയത്ത് ഒന്നും അങ്ങോട്ട് വിശ്വസിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല വർഷയ്ക്കൊക്കെ. മാപ്പ് പറഞ്ഞു ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ. പിന്നീട് വർഷയുടെ അടുത്ത് എന്നിട്ട് സുധൻ പറഞ്ഞു, മോളെ നീ സന്തോഷമായിട്ടിരിക്കണം. നീ ഒരു അമ്മയാൻ പോകാന്ന് പറഞ്ഞപ്പോൾ എനിക്ക് എത്രമാത്രം സന്തോഷമായെന്നറിയോ? ഇന്നലെ വരെ നിന്നെ എടുത്തുകൊണ്ട് നടന്ന പോലെ എനിക്ക് തോന്നുന്നേ. എത്ര പെട്ടെന്ന് എൻ്റെ കുട്ടി വളർന്നു വലുതായത്. ഒരമ്മയാൻ പോകുന്നേ. എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. നീ സന്തോഷമായിട്ടിരിക്കണം. എങ്കിൽ അച്ഛൻ ഇറങ്ങാൻ പോവാന്ന് പറഞ്ഞു. അപ്പോഴേക്കും രവീന്ദ്രൻ പറഞ്ഞു, മസൂദ ഇവിടം വരെ വന്നതല്ലേ, അതുകൊണ്ട് ഒരു ഗ്ലാസ് ചായ കുടിച്ചിട്ട് പോവാ. മോളെ രേവതി പോയി ചായ എടുക്കാൻ പറഞ്ഞു. ശരി അച്ഛാന്നും പറഞ്ഞുകൊണ്ട് രേവതി അകത്തേക്കും പോയി. ഇതേ സമയത്ത് ഭാമയെ കാണാനായിട്ട് ശ്രുതിയും മീരയും കൂടെ വന്നു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഭാമ വെച്ച്, ഇതെന്താ രണ്ടാളും ഉണ്ടല്ലോ, ഇതെന്ത് പറ്റി മീരയും കൂടെ? അപ്പോഴേക്കും മീര പറഞ്ഞു, അതെ ഒരു കാര്യം പറയാൻ വേണ്ടി വന്നാന്ന് പറഞ്ഞു. അപ്പോഴേക്ക് ശ്രുതി വായും പൊത്തിക്കൊണ്ട് ഓക്കാനിച്ചുണ്ട് വാഷ് ബേസിൻ്റെ അടുത്തേക്ക് ഓടി. ഇതെന്ത് പറ്റി ഇവൾക്ക്? അങ്ങനെ ഓക്കാനം കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഇതെന്താ ഇവൾക്ക് ഇതെന്ത് പറ്റിയെന്ന് ചോദിച്ചു. അപ്പോഴേക്കും മീര പറഞ്ഞു, ആൻറ്റിക്ക് മനസ്സിലായില്ലേ? എന്ത്? ശ്രുതി പ്രഗ്നന്റ് ആന്ന് പറഞ്ഞു. പ്രഗ്നന്റോ? അതെ. അല്ല എന്നിട്ട് ഇവളി കഴിഞ്ഞ ദിവസം ഒന്ന് ഇവിടെ വന്നിട്ടൊന്നും പറഞ്ഞില്ലല്ലോ. അപ്പോഴേക്കും ശ്രുതി പറഞ്ഞു, ഞാൻ പ്രഗ്നന്റ് ആൻറ്റി, ഞാൻ പറയാതിരുന്ന. അതെന്താ പറയാതിരുന്നേ? അത് പിന്നെ എന്നെ ഡിവോഴ്സ് ചെയ്ത് ശ്രുതി വേറെ വിവാഹം കഴിക്കുമെന്ന് പറഞ്ഞില്ലായിരുന്നോ? അപ്പം ഞാൻ കരുതി ഈ കുഞ്ഞിനെ ഇനി ഞാൻ അബോർട്ട് ചെയ്ത് കളയാം. അല്ലാതെ ഇപ്പം എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഓർത്ത് ഞാൻ ഇരുന്ന. കുഞ്ഞിനെ ഇല്ലാതാക്കാൻ വേണ്ട. കുഞ്ഞിനെ ഇല്ലാതാക്കാനായിട്ടോ? അതെ. എൻ്റെ മോളെ നീ എന്തൊക്കെയാ പറയണേ? ഞാൻ പിന്നെ എന്ത് ചെയ്യും ആൻറ്റി? എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല. ശ്രുതി എന്നെ ഉപേക്ഷിച്ച് കളഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ എങ്ങനെ ജീവിക്കും എന്നും പറഞ്ഞിട്ട് അങ്ങോട്ട് കരയുവാണ്. ഭാമ അതിനകത്ത് വീണു. ഭാമ പറഞ്ഞു, അയ്യോ മോൾ അങ്ങനെയും ചെയ്യരുത്. ശ്രുതിക്ക് ഇത് അറിഞ്ഞു കഴിയുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും. ശ്രുതി ഒത്തിരി ആഗ്രഹിച്ച കാര്യമല്ലേ മോളെ. ഞാൻ അവിടെ ചെന്ന് അവരോട് ഈ കാര്യങ്ങൾ പറയാം. ഫോണിൽ കൂടെ പറഞ്ഞാൽ ശരിയാകത്തില്ല. നേരിട്ട് തന്നെ ചെന്ന് പറയാം. മോള് കടുകയൊന്നും ചെയ്തേക്കരുതെന്ന് പറഞ്ഞു. ശ്രുതിക്കാണ് ഉള്ളിൽ ചിരി പൊട്ടി. അങ്ങനെ ശ്രുതി മീരയും കൂടെ അവിടെ നിന്ന് ഇറങ്ങുവാണ്. ഭാമയുടെ മനസ്സിൽ ഭയങ്കര സന്തോഷമായിരുന്നു. ചന്ദ്രമതിക്ക് ഇത് അറിഞ്ഞു കഴിയുമ്പോൾ സന്തോഷമായിരിക്കും. ശ്രുതിയുടെ കുഞ്ഞല്ലേ എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു. ഈ സമയത്ത് മധുസൂദന് പോകാൻ വേണ്ടി ഇറങ്ങാൻ ഒരുങ്ങുവാണ്. പിന്നീട് മധുസൂദന് ചെന്നിട്ട് വർഷയോട് പറഞ്ഞു, മോളെ നീ സന്തോഷമായിട്ട് ഇരിക്കണം. നിന്നോടൊപ്പം കുറച്ച് ദിവസം എനിക്ക് കഴിയണമെന്നുണ്ട്. നീ വീട്ടിൽ വന്ന് നിൽക്കത്തില്ലല്ലോ. പിന്നെ അതുകൊണ്ട് ഞാനൊരു കാര്യം തീരുമാനിച്ചു. സമയം കിട്ടുമ്പോൾ ഞാൻ ഇവിടെ വന്ന് നിൽക്കാം 1-2 ദിവസം. നിന്നോട് ശ്രീകാന്തിനോടും ഒക്കെ ഒപ്പം. അങ്ങനെ ശ്രീകാന്തിനെയും വർഷയും ചേർത്ത് പിടിക്കണം. അപ്പോഴേക്കും സച്ചി രേവതിയോട് പറഞ്ഞു, ശ്രീകാന്തിനോട് ഇത്തിരി മാറി നിൽക്കാൻ പറ. ചിലപ്പം ഞെക്കിക്കൊല്ലാൻ ചാൻസ് ഉണ്ട് ഇയാള്. ഒന്നും മിണ്ടായിരിക്കും സച്ചിയേട്ടാന്ന് രേവതി പറഞ്ഞു. പിന്നീട് മധുസൂദൻ എല്ലാവരുടെയും യാത്ര പറയണം. രവീന്ദ്രൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഇനി എൻ്റെ ഏറ്റവും വലിയ ഫ്രണ്ട് ആരായിരിക്കും എന്നറിയാവോ? ഈ നിൽക്കുന്ന രവീന്ദ്രനാ, നിങ്ങളുടെയൊക്കെ ദൈവം. ശരിക്കും രവീന്ദ്രൻ ഭാഗ്യം ചെയ്തവനാ. കുടുംബത്തിന്റെ വലിപ്പത്തിലല്ല, അതായത് വീടിന്റെ വലിപ്പത്തിലല്ല കാര്യം, കുടുംബത്തിലുള്ള അംഗങ്ങളുടെ സ്നേഹത്തിലാ. അത് ഈ കുടുംബത്തിൽ ധാരാളം ഉണ്ട്. ചന്ദ്രമതി, നിങ്ങളെപ്പോലൊരു അമ്മായിമ്മയെ കിട്ടിയത് എൻ്റെ മോളുടെ ഭാഗ്യം.
ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ സച്ചി രേവതിയെ നോക്കിയിട്ട് പറഞ്ഞു, തള്ളി അങ്ങോട്ട് മറിക്കുവാണല്ലോ. എന്നിട്ട് പിന്നീട് മധുസൂദൻ രേവതിയുടെ സച്ചിയുടെയൊക്കെ അടുത്ത് പോയി യാത്ര പറയുന്നുണ്ട്. എല്ലാവരുടെ അടുത്ത് പോയി യാത്ര പറയണം. ഈ സമയത്ത് ആർക്കും അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. മധുസൂദൻ്റെ ഈ മാറ്റം എന്ന് പറഞ്ഞാൽ രവീന്ദ്രൻ പോലും അന്തം വിട്ടുപോയി. അങ്ങനെ നിൽക്കുന്ന രവീന്ദ്രനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു, അതെ ഞാൻ പോയിട്ട് വരാട്ടോ, എന്നോട് ദേഷ്യമൊന്നും കാണിക്കരുത്, തോന്നരുതെന്നൊക്കെ പറയുവാണ്. രവീന്ദ്രന്റെ അന്താളിപ്പോട് കൂടിയിട്ടാണ് മധുസൂദനെ നോക്കുന്നത്. അപ്പോൾ അതിൻ്റെ കഥകളൊക്കെ എന്ന് കാണുന്നത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.